നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ പാകിസ്ഥാന് അന്ത്യം കുറിക്കാനാണ് ഓപ്പറേഷൻ സിന്ദൂർ തയ്യാറാക്കിയത്. ഈ ഓപ്പറേഷന്റെ ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരിൽ 5 കൊടും ഭീകരരും ഉൾപ്പെട്ടിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷ് മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 5 ഭീകരരുടെ വിവരങ്ങളാണ് പുറത്തുവന്നത്. മുദാസർ ഹസിയാൻ ഹാസ്, ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂസഫ് അസ്ഹർ, ഖാലിദ് മുഹമ്മദ് ഹസൻ ഖാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടവരുൾപ്പെട്ട കൊടും ഭീകരർ. എന്തായാലും സംഘർഷം അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകില്ലെന്നും, എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യം ശക്തമാണെന്നാണ് ഇന്ത്യ പറയുന്നത്. അതിർത്തിയിൽ 3 ദിവസത്തിലേറെയായി തുടരുന്ന പാക് പ്രകോപനത്തിൽ ഇന്ത്യ നിലംപരിശാക്കിയത് പാകിസ്ഥാന്റെ എണ്ണമറ്റ ഡ്രോണുകളെയും മിസൈലുകളെയുമാണ്. വെള്ളിയാഴ്ച രാത്രി ഹരിയാനയിലെ സിർസയിൽ ഇന്ത്യൻ സൈന്യം തകർത്ത പാകിസ്ഥാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ ഫത്ത സെക്കൻഡാണ് ഇതിലേറ്റവും പ്രധാനം. രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹി ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഫത്ത സെക്കൻഡ് പ്രയോഗിച്ചതെന്നാണ് അനുമാനം. ഡൽഹിക്ക് 250 കിലോമീറ്റർ അകലെ വെച്ച് ഇന്ത്യൻ സൈന്യം മിസൈൽ തകർക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഗുരുതരമായ പ്രകോപനമായാണ് ഇന്ത്യ ഇതിനെ കണ്ടത്. തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലകളിലെ 4 വ്യോമതാവളങ്ങളിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. പാകിസ്ഥാന്റെ ബുൻയാൻ മർസൂസ് സൈനിക നടപടികളുടെ ഭാഗമായിട്ടാണ് മിസൈൽ പ്രയോഗം. പാകിസ്ഥാന്റെ ശേഖരത്തിലെ പ്രധാന ആയുധമാണ് അത്യാധുനിക ഫത്ത സെക്കൻഡ് ബാലിസ്റ്റിക് മിസൈൽ. പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫത്ത മിസൈൽ 2025 പാക് സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. കരയിൽ നിന്നും കരയിലേക്ക് തൊടാവുന്ന മിസൈലിന് 400 കിലോമീറ്റർ ദൂരെ വരെയാണ് പ്രഹരശേഷി. ഫത്ത സെക്കൻഡിന്റെ മുൻഗാമിയായ ഫത്ത ഫസ്റ്റിന്റെ പ്രഹരശേഷി 140 കിലോമീറ്റർ മാത്രമായിരുന്നു. റഡാറുകളുടെയും മിസൈൽ വേധ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് പറക്കാൻ കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്ത ഫത്ത സെക്കൻഡ് മിസൈൽ തകർക്കാനായത് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പൊൻതൂവലാണ്. ഡൽഹിയിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാകാം പാകിസ്ഥാൻ ഫത്ത സെക്കൻഡ് പ്രയോഗിച്ചതെന്നും, എന്നാൽ മിസൈൽ വിക്ഷേപിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് തിരിച്ചറിയുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മിസൈൽ തകർക്കുകയും ചെയ്തു. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.